ശബരിമല സ്വർണ്ണമോഷണ കേസിലെ VSSCയുടെ ശാസ്ത്രീയ പരിശോധനയിൽ ഗുരുതര കണ്ടെത്തലുകളെന്ന് ഹൈക്കോടതി. കുറ്റകൃത്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞു. 2 പതിറ്റാണ്ട് കാലത്തെ ദേവസ്വം ഭരണത്തിലും കൊടിമരം മാറ്റി സ്ഥാപിച്ചതിലും അന്വേഷണം വേണമെന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി SIT വിപുലീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടും VSSCയുടെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടും പഠിച്ച ശേഷമാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേസിലെ കുറ്റകൃത്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞതായി കോടതി വിലയിരുത്തി. ആദ്യം മുതലുള്ള കോടതിയുടെ ആശങ്കകളിൽ അടിസ്ഥാനമുണ്ട്. സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളി സ്ഥാപിച്ചെന്നും വ്യക്തമായി. 2 പതിറ്റാണ്ട് കാലത്തെ ദേവസ്വം ഭരണത്തിലും 2017 കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയതിലും അന്വേഷണം വേണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. അഷ്ടദിക്പാലകരുടെ ശില്പങ്ങളിലും അന്വേഷണം വേണമെന്നും ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടു. ഇതോടെ UDF കാലത്തെ ദേവസ്വം ബെഞ്ചും സംശയത്തിന്റെ നിഴലിലായിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ മുഴുവനായി പുറത്തുവിടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് SIT കോടതി അറിയിച്ചു. ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്താനുണ്ട്. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയുടൻ രേഖപ്പെടുത്തണമെന്നും കണ്ടെത്തിയ തെളിവുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയെടുക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ഇതുവരെ 202 സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി. ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കുറ്റകൃത്യത്തിലൂടെ നേടിയ സ്വത്തുക്കൾ കണ്ടെത്തുന്നതിലും പരിശോധന തുടരുകയാണെന്നും SIT അറിയിച്ചു. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനം പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണെന്നും 10.68 കിലോഗ്രാമാണ് വാജിവാഹനത്തിന്റെ ആകെ ഭാരമെന്നും SIT കോടതിയിൽ റിപ്പോർട്ട് നൽകി. അന്വേഷണം സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി SIT വിപുലീകരിക്കാനും കോടതി അനുമതി നൽകി. കോടതി നിർദ്ദേശപ്രകാരം SIT സംഘം പരിശോധനയ്ക്കായി ചൊവ്വാഴ്ച ശബരിമലയിലെത്തും. കൈരളി ന്യൂസ്, കൊച്ചി.